ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ശിവരാത്രി സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു ഫാസ്റ്റിംഗ് ലഡു എന്നുള്ള പേരിലും കർണാടകയിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ശിവരാത്രിക്ക് എല്ലാവരും സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിൻ്റെ പേര് തമ്പുട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് കേട്ടോ. ഇത് ഫാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എനർജി കിട്ടുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റിയുമായ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കപ്പോൾ ശിവരാത്രി സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മളുടെ ശിവരാത്രി സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇത് പച്ചരിയാണ് കേട്ടോ, റോ റൈസ് എന്ന് പറയുന്ന റൈസാണിത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അരിപ്പയിൽ വെച്ച് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ. ഈ അരി വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് വാഷ് ചെയ്ത് അതിലത്തെ വെള്ളം മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് നമുക്ക് ആദ്യം തന്നെ വറുത്തെടുക്കണം. നല്ല ചുവക്കെ വറക്കൊന്നും വേണ്ട, എന്നാലും അതിൻ്റെ ഒരു അടുപ്പിച്ച് ആ ചുവന്ന കളറിലേക്ക് കടക്കുന്ന ഭാഗത്തിൽ നമുക്കിതിൽ നിന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ. ഇപ്പം നമ്മളുടെ അരിയുടെ ഒരു പാകം ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ അരിയുണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പം നന്നായിട്ട് അരി ഇങ്ങനെ പൊരിഞ്ഞ് വരുന്ന പോലെ നമ്മൾ എടുക്കുക. ആ ഒരു പാകം ആവശ്യമില്ല കേട്ടോ. ആ ഒരു ചുമന്ന കളറിലേക്ക് കടക്കുന്ന സമയത്ത്, അതായത് അരി ജസ്റ്റ് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് അരക്കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. പീനട്ടാണ് ഇത്. തോലുള്ള ടൈപ്പാണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ വറുത്തതിന് ശേഷം ആ തോല് കളഞ്ഞെടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തോലില്ലാത്ത ടൈപ്പാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. ഈ കപ്പലണ്ടി ഞാനിവിടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമുക്കൊന്ന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അടുത്തത് അരക്കപ്പ് പൊട്ടുകടലയാണ്. ഈ പൊട്ടുകടലയും ഒന്ന് വറുത്തെടുക്കാം. ഈ പൊട്ടുകടലയും മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇതും ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ വെളുത്ത എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 4 ഏലക്കായ ഉണ്ട്. എള്ള് 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരി 1 കപ്പ് എടുത്തപ്പോൾ ബാക്കി പീനട്ടും അതുപോലെ പൊട്ടുകടല 1/2 കപ്പ് വീതം എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് 1/4 കപ്പാണ് എള്ളെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 4 ഏലക്കയും കൂടിയിട്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. എള്ളും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എള്ളും മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോക്കനട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഫ്രഷ് കോക്കനട്ടാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ, നമ്മൾ ഉണങ്ങിയിട്ടുള്ള കോക്കനട്ട്, അതുണ്ട് എന്ന് വെച്ചാൽ അതായാലും മതി. ഇതിപ്പം ഞാൻ ഫ്രഷാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ഉണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിൻ്റെ വെള്ളം വറ്റിയാൽ മതി, അല്ലാതെ ചുമന്ന കളറിലേക്കൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ ആ തേങ്ങയിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അത് ചുമന്ന കളറിലേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം ചൂടാറിയതിന് ശേഷം എല്ലാതും കൂടി നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ. ഞാനപ്പോൾ വറുത്ത് വെച്ച അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇതുപോലെ നമ്മൾ വറുത്ത് വെച്ച ഓരോന്നും നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഞാനപ്പോൾ അരി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഞാൻ പൊട്ടുകടലയും അതുപോലെ തന്നെ കപ്പലണ്ടിയും കൂടിയിട്ട് പൊടിച്ചതാണ് കേട്ടോ. അതും അതേ ബൗളിലേക്ക് നമ്മൾ നേരത്തെ അരിയുടെ ഇട്ട് കൊടുത്തില്ലേ, അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അടുത്ത് നമുക്ക് എള്ളും ഏലക്കായും കൂടി പൊടിച്ചെടുക്കാം. എള്ള് പൊടിച്ചതും കൂടി എൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ആ തേങ്ങ വറുത്ത് വെച്ചതും കൂടി പൊടിച്ചെടുക്കാം. ലാസ്റ്റ് ആ തേങ്ങ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, വറുത്ത് വെച്ചില്ലേ, അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് കൈ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കൈ വെച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നെയ്യ് ഇതിൻ്റെ ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വരുന്ന പോലെയാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 200 ഗ്രാം ശർക്കര
1/4 കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് ഇതിലേക്ക് ഒന്ന് മിക്സ്, അത് ഉരുക്കിയെടുത്തതാണ് കേട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഞാൻ ഉരുക്കി വെച്ച ശർക്കരയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു തേനിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കാം കേട്ടോ എത്രയ്ക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. ഇതാ നമ്മളപ്പോൾ ഒഴിച്ചു കൊടുത്ത ശർക്കര നീര് കറക്റ്റായിരുന്നു കേട്ടോ, അത്രയും മതിയായിരുന്നു. അപ്പോൾ ഇതാ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതാ ഒരല്പം ശർക്കര നീര് അതിൽ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നമ്മളുടെ കയ്യിലുള്ള അരിയുടെയും അതുപോലെ മറ്റ് സാധനങ്ങളുടെയും വ്യത്യാസം അനുസരിച്ച് ആ ശർക്കര നീരിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളതൊന്ന് ഒഴിച്ച് നോക്കിയിട്ട് ഫുള്ളായിട്ട് ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ച് നോക്കി അതിൻ്റെ പാകം ഒന്ന് നോക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് ഉണ്ടയാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇതാ അപ്പോൾ അത് ഒരു ഉരുളയ്ക്ക് എത്ര വേണം, നിങ്ങൾ ചെറുതോ വലുതോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക്. ഇതാ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാതും ഞാൻ ഒരു ഉണ്ടകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇതാ അപ്പോൾ ഞാനിതെല്ലാം ഉണ്ടയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ? ഇതൊരു കർണാടക സ്റ്റൈലിലുള്ള ശിവരാത്രി സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഫാസ്റ്റിംഗ് ലഡു ആയിട്ട് ആണ് അവരത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.